ഹലോ വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായില്ലേ നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ട്, ഒരു ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ നാളായി. നമ്മുടെ വീഡിയോ കാണാണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് പഞ്ചമി വിശേഷം, വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി ആ കമൻറ്റ് കണ്ടപ്പോൾ. കാരണം നമ്മളേക്ക് ആലോചിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളേക്കും വീഡിയോയ്ക്ക് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതൊക്കെ എന്തായാലും സന്തോഷമായി കേട്ടോ. ഇത്തിരി നല്ല തിരക്കിലായതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോസിക്ക് ഒന്ന് ഇടാണ്ടിരുന്നത് കേട്ടോ. വീഡിയോസിക്കും ഫോണിലേക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇടാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയില്ല. ഉണ്ണികൾക്ക് എക്സാം ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അവരുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡെയിലി വീഡിയോസും അത് എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടാനും ഒക്കെ സമയം ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. മിക്കതും നമ്മൾ ഇവിടെ നിന്ന് ഒരു വീക്കെൻഡ് വന്നിട്ട് ഫിഷ് കുറച്ചധികം വാങ്ങിച്ചിട്ട് ഒരു വീക്കിലേക്കുള്ള ഫിഷിക്ക് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മളതിനെ കൊണ്ടുപോകാറ് കേട്ടോ. അമ്മ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് ടൈമാണ് അമ്മ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റും കാര്യങ്ങളൊക്കെയും കാണുന്നത് കേട്ടോ. അപ്പോൾ അമ്മ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത്ര വലിയ ഞണ്ടും മീനും ഒക്കെ കണ്ടപ്പോൾ ഇത് എന്തുവാ അത് എന്തിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കാണിക്കും. ഇവിടെ നിന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വട്ടം ചേട്ടൻ്റെ അമ്മയ്ക്കുള്ള സമയത്ത് നമ്മൾ ഇവിടേക്ക് ഒരു തവണ വന്നിട്ട് നമ്മൾ ആ ഫിഷ് ടാങ്കിക്കും വാങ്ങിച്ച് കുറച്ച് ഫിഷിനും ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു തവണയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണികൾക്ക് ആമേനെ വാങ്ങണം, വളർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ആമക്കുട്ടീനെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഫസ്റ്റ് ടൈമാണ് ആമേനെയും കൊണ്ട് ഞാൻ വന്നതാണ് കേട്ടോ. ഉണ്ണികൾക്ക് ക്രാബിനെ തൊടണം നിൽക്കുമ്പോൾ എൻ്റെ ദേ ചേട്ടൻ എടുത്ത് കാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. തൊടാനൊന്നും പറ്റില്ല, പക്ഷെ അത് ഓപ്പൺ ആണ്, ഗ്ലാസ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നമുക്ക് തൊടാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ കുറേ ഷോപ്പുണ്ടല്ലോ, ഓരോ ഷോപ്പിലും ചിലപ്പോൾ വേറെ പ്രൈസ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് കുറച്ച് കുറയ്ക്ക് ചേട്ടാ അങ്ങനെ ഇങ്ങനെ എനിക്കും പറഞ്ഞിട്ട് വേണം ഫിഷ് വാങ്ങാൻ കേട്ടോ. നല്ല നാടൻ കുട്ടി ചാളിണ്ടായിരുന്നു കേട്ടോ വറക്കാനിക്കും പറ്റിയത്. പിന്നെ ചെമ്മീനും നല്ല ഫ്രഷ് ചെമ്മീനായിരുന്നു. നമുക്ക് നല്ല ഡിസ്കൗണ്ട് പ്രൈസിന് ആ ചേട്ടൻ തന്നു കേട്ടോ. നമസ്കാരം. ചേട്ടൻ്റെ മുടിക്ക് മൊട്ടത്തല അടിച്ചിട്ട് പിന്നെ ചേട്ടൻ വീഡിയോസിൽ വരാനൊക്കെ ചേട്ടൻ ഇത്തിരി മടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ മുടിക്ക് വളർന്നു വന്നപ്പോൾ വീഡിയോയ്ക്ക് വന്നതാണ്. മീനുകൾ കണ്ടോ? പണ്ടത്തെ വഞ്ചി മോളിക്ക് നോക്കിയമ്മ. അത് ഈ വള്ളിയും അങ്ങനെ സാധനങ്ങളില്ലേ, രാജ്യത്തിന്റെ മണ്ണിന്റെ കപ്പുകള്. ഫുള്ള് മൺപാത്രങ്ങളാ, ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങള്, മൺകുടങ്ങളൊക്കെ ഉണ്ടോ. അതിൻ്റെ ഫിഷൊക്കെ വാങ്ങിച്ച് നമ്മൾ കുറച്ച് നേരം പുറത്തെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ ആ സൈഡ് ഉണ്ടല്ലോ, അവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അത് ഈ ഒരു ഈവനിങ് ടൈമിലേക്ക് നമുക്ക് നല്ല രസമാണ്. അവിടെ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റും ബോട്ടും ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാൻ രസമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതിക്കും കാഴ്ചയ്ക്കും കണ്ട് നടക്കാണ് കേട്ടോ. അതിൽ കൂടെ പൊട്ടിയത് നോക്കിട്ട് ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയാ നോക്കട്ടെ? നല്ല ടേസ്റ്റ്
ഉണ്ണികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ചക്ക എന്ന് വെച്ചാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയ ചക്ക നമ്മളിങ്ങനെ വെറുതെ തൂക്കം നോക്കിയപ്പോൾ തന്നെ അതിന് 45-50 അറിയിക്കണം ചക്കയ്ക്ക്. അപ്പോൾ നമ്മൾ അത് വാങ്ങണ്ടെന്ന് വെച്ചിട്ട് ചെറിയ ഇപ്പോഴേക്കും ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 10 തരമാണ് കേട്ടോ ആ ഒരു 4-5 ചുള ചക്കയ്ക്ക്. അത് വാങ്ങിച്ച് അത് കൊടുത്തു. അപ്പം തന്നെ പൊട്ടിക്ക് അവിടെ വെച്ചിട്ട് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് 2 എണ്ണം കഴിച്ചു കേട്ടോ. പിള്ളേർക്ക് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത് പിള്ളേർക്ക് ഒരെണ്ണം കൊടുത്തതിന് ശേഷം ചേട്ടനും എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ചക്ക. എല്ലാവർക്കും പിന്നെ ചക്ക എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക അതൊരു ഫീലാണല്ലേ ചക്ക. ഇപ്പം എന്തായാലും അമ്മയ്ക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മയ്ക്കും ചേച്ചി വരുമ്പോഴേക്കും കുറച്ച് ചക്ക കൊടുത്താക്കാൻ പറയണം. ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്ക. ഇത് പിന്നെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ റാസൽഖോറുള്ള മറ്റേ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഈ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഷോപ്പുകളും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് വേറൊരു സ്ഥലത്തായിരുന്നു കേട്ടോ. അവിടെ അധികം വലിയ എന്താ പറയുക പ്രൈസ് ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബ്ലൂ മാർക്കറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മൾ മറ്റേ ഷോപ്പിനേക്കും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നല്ല പ്രൈസിന് ഡിഫറൻസ് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സിക്കും നമ്മൾ വീക്കിലി പർച്ചേസാണ്. നമ്മൾ ഡെയിലി പോയിട്ട് സംഭവങ്ങളൊന്നും ഇവിടെ വാങ്ങാറില്ല. ഒരാഴ്ചയ്ക്കുള്ള പച്ചക്കറി ഫിഷ് ഫ്രൂട്ട്സ് അതൊക്കെ നമ്മൾ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ നമ്മൾ ചേട്ടന് സാറ്റർഡേ അല്ലേ മുടക്കുള്ളൂ. അന്നത്തെ ഒരു ദിവസം നമ്മൾ വാങ്ങിച്ച് വെക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പരിപാടി. അപ്പോൾ ഇവിടേക്കല്ല നമ്മൾ വരാറ് ഒന്നില്ലെങ്കിൽ നെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മൊയ്തി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കട അവിടേക്കൊക്കെയാണ് പോവാറ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് നല്ല ഇവിടെ നമുക്ക് ബൾക്കായിട്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഒരു കേസ് അങ്ങനെ ഒരു മാംഗോ ഒരു 6-7 ഒരു ബോക്സായിട്ട് കിട്ടാം. ആ ഒരു ബോക്സിനുള്ളിൽ തന്നെ 6 എണ്ണം മാംഗോയ്ക്ക് ഉണ്ടാവും. അപ്പോൾ കണ്ടോ വെളുത്തുള്ളിക്കും കണ്ടോ ഇത്രയ്ക്ക് ഇതിനെ കിട്ടും. പക്ഷെ നമുക്ക് നല്ല ലാഭമുണ്ട്. നമ്മൾ പുറമേ നിന്ന് വാങ്ങണേക്കാളും നല്ല ലാഭത്തിന് നമുക്ക് നമുക്ക് കിട്ടിയിട്ട് വെളുത്തുള്ളി സവാള ഒനിയൻ പിന്നെന്തുട്ടാ പൊട്ടാറ്റോ അങ്ങനത്തെ ഇതൊക്കെ പഴയ്ക്ക് നല്ല ഓഫറിന് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസിക്കും ഒരാഴ്ചയ്ക്ക് വാങ്ങാനുള്ളത് വാങ്ങിച്ചിട്ടോ. ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞാറ്റ് ഇത് ഉണ്ണിവാവിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെടുത്തുകൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടേ ഇല്ല കേട്ടോ. അതന്നെ കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ണീനെ ഓർക്കണ പോലെ കൊണ്ടുവരായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ ചീര നല്ല ഫ്രഷാണ് കേട്ടോ. ഫ്രഷ് ചീരയും പുതിനയിലയും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പുതിനയിലേക്ക് ഇട്ട് വാങ്ങിച്ചു കേട്ടോ. കാരണം ഒരു പുതിനയില ഇട്ടിട്ട് ഒരു ടീക്കും മോർണിംഗ് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ലൊരു ഫ്രഷ്നെസ്സാണ് പുതിനയില ഇട്ട് കുടിക്കുമ്പോൾ. നമ്മൾ നല്ല വേപ്പിലും വാങ്ങിച്ചു കേട്ടോ. മത്തങ്ങയ്ക്ക് നോക്കിയിരിക്കണം ഇരിപ്പ്. മത്തങ്ങ ഒരു ഫുള്ള് സ്ഥലം ഫുള്ള് മത്തങ്ങയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ഡ്രാഗൺ മാട്ടിക്കാണ് കേട്ടോ. ഡ്രാഗൺ മാട്ടിക്ക് നമ്മുടെ ഇന്ത്യൻ സിറ്റിയിലുള്ള ഡ്രാഗൺ മാട്ട് അവിടേക്കാണ് കേട്ടോ. ഇവിടേക്ക് നമ്മൾ ആദ്യം വന്നിട്ടുണ്ട്. അമ്മയും ഇവിടെ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ കുഞ്ഞാറ്റേനെ ഞാൻ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് അമ്മ ഇവിടെ നമ്മുടെ കൂടെ ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും ചേട്ടൻ്റെ ചേച്ചിയും ഉണ്ണിയും എല്ലാവരും കൂടി വൈകുമോളും എല്ലാവരും കൂടി ഡ്രാഗൺ മാട്ടിക്ക് അന്ന് ഒരു വട്ടം വന്നിട്ട് വെറുതെ ഒരു നൈറ്റ് വന്ന് എല്ലാവരും ഇങ്ങനെ കറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടുത്തെ കാഴ്ചകളുണ്ടല്ലോ അത് കണ്ടാലും തീരില്ല. കുറേ ഉണ്ട് നടക്കാൻ. നടന്ന് നമുക്ക് വയ്യാണ്ടാവും. അമ്മാതിരി ഉണ്ട് നടക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളേക്കും കണ്ട് ഞാനും മമ്മിയും ചേട്ടനും മുന്നികളും എല്ലാവരും നടക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മെയിനായിട്ട് കുഞ്ഞിപ്പാറിനും കുഞ്ഞാറ്റയ്ക്കും കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. അവർ അച്ഛനോട് എന്നും പറയും അച്ഛ ഞങ്ങളെ സ്കേറ്റിങ് ഞങ്ങളെ പഠിപ്പിക്കുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളന്ന് ദുബായ് മലയിലേക്കും പോയപ്പോൾ കണ്ടില്ലേ അന്ന് അവിടെ ചെയ്യാണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കായിരുന്നു ചെയ്യണമെന്ന്. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ വൈകുമോൾക്ക് ഇതേപോലത്തെ പറഞ്ഞാൽ വാങ്ങിച്ചപ്പോൾ വൈകുമോൾ ഇതേപോലത്തെ വീഡിയോ ഇട്ടപ്പോൾ വീണ്ടും അവർ അച്ഛ ഞങ്ങൾക്ക് വാങ്ങിച്ചായോ എന്നിങ്ങനെ പറഞ്ഞ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ശരി. ഇപ്പോൾ മറ്റേ വലിയ സ്കേറ്റിങ് അവർക്ക് അത്ര പഠിക്കാറായിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഷൂമ തന്നെ ചെറിയൊരു റോളർ അങ്ങനത്തെ ഷൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഷൂ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രാഗൺ മാട്ടിക്ക് വന്നു. മാട്ടിൽ നല്ല പൈസ കുറവിന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറവിന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളതാണ് ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കുഞ്ഞിപ്പാറ. അപ്പോൾ അവൾ ആദ്യം തന്നെ അതിലത്തെ ആ ഒരു ട്രെയിൻ അത് പഠിപ്പിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവൾ പഠിപ്പിക്കുകയാണ്. എന്നോട് പറഞ്ഞവൾ പെട്ടെന്ന് പഠിച്ചു കേട്ടോ എന്നൊക്കെയും പറഞ്ഞിട്ട് ആൾ കുഞ്ഞിപ്പാറിന് ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ചെയ്യണം ആഗ്രഹമുള്ളത് അവളത് പെട്ടെന്ന് പഠിച്ചു കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്. അവൾ ചേച്ചിക്കൊന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അവൾക്ക് ചെയ്യാനൊരു കോൺഫിഡൻറ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചി ചെയ്യണമെന്ന് നോക്കിയിരിക്കുകയാണ് ആൾ. അപ്പോൾ ചേച്ചി ഓക്കെ എന്ന് സിഗ്നൽ കൊടുത്തപ്പോൾ പിന്നെ കുഞ്ഞാറ്റ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാൾക്കും ഒരു കുഞ്ഞ ഷൂ രണ്ടാൾക്കും വാങ്ങിച്ചിട്ട് ഭയങ്കര സന്തോഷമായി. എന്തായാലും വെക്കേഷനിക്കല്ലേ വരുന്നത്. അപ്പോൾ അവർക്കൊന്ന് വെക്കേഷനിക്കൊന്ന് അടിച്ചു പൊളിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ടത് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേ. എനിക്ക് അറ്റാക്ക് വരുന്നുണ്ട്.
കുഞ്ഞാറ്റ കുഞ്ഞാറ്റ സുടു സുടു ഉള്ളിക്കിടി ഉള്ളിക്ക് ആ അങ്ങനെ 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 ആ കുഞ്ഞാറ്റ ഉള്ളിക്ക് ആക്കട്ടാ അയ്യോ നോക്കി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ബ്രേക്ക് ഇങ്ങനെ കണ്ട കാലിങ്ങനെ ചേരിച്ചാ മതി ഓക്കെ കുഞ്ഞാറ്റ Take time. റൊണാൾഡോ മെസ്സി നാട്ടേടാ അങ്ങനെ അതിക്ക് നമ്മൾ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാൻ അമ്മ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. നല്ല വെയിലായിരുന്നു പുറത്ത്, കാറാണെങ്കിൽ കുറച്ചധികം ദൂരമാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ വെയിലും കൊണ്ട് പോവുകയാണ്. ഈ വീഡിയോസിന് ഞാൻ വോയിസ് ഓവർ എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഈ ഫോട്ടോസിങ് കണ്ടപ്പോൾ ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ പാരൻസിൻ്റെ നല്ല സമയത്ത് അവർ നമുക്ക് വേണ്ടി എല്ലാതും വേണ്ടാന്ന് വെച്ച് എല്ലാം സാക്രിഫൈസ് ചെയ്താണ് കേട്ടോ. അവരന്ന് നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചുകൊണ്ടാണല്ലോ നമുക്കിന്ന് ഇവിടെ വരാൻ പറ്റിയതും. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മേനെ എന്നിൽ കൂടെ എൻ്റെ അമ്മ ഇതൊക്കെ കണ്ട് സന്തോഷിക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയണം.